അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലോക്സഭയിലേക്കുള്ള സ്പീക്കറിൻ്റെ ഇലക്ഷൻ നടന്നിരിക്കുകയാണ്. ശബ്ദ വോട്ടോടുകൂടി ഓം ബിർള ഇലക്റ്റഡായി. ഈ വർഷത്തെ ലോക്സഭ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചിരുന്നത് NDA സ്ഥാനാർത്ഥിയായി ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ കേരളത്തിലുള്ള മാവേലിക്കര മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന കൊടിക്കുന്നിൽ സുരേഷുമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഈ പറയുന്ന സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. സ്പീക്കർ എന്ന പദവി ഭരണഘടനയിൽ ഉള്ളതാണോ? ഇനി സ്പീക്കറുടെ റോൾ എന്തൊക്കെയാണ്? സ്പീക്കർ എങ്ങനെയാണ് ചുമതല നിർവഹിക്കുന്നത്? സ്പീക്കർ എങ്ങനെയാണ് റിസൈൻ ചെയ്യുന്നത്? സ്പീക്കർ മാത്രമാണോ ഈ പറയുന്ന ലോക്സഭയെ നിയന്ത്രിക്കുന്നത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എവിടെയാണ് ഭരണഘടനയിൽ ഈ പറയുന്ന സ്പീക്കർ എന്ന പദവിയെക്കുറിച്ച് പറയുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായിട്ടുള്ള പദവിയാണ്. എന്താണ് ഈ ഭരണഘടനാപരമായിട്ടുള്ള പദവി? ആ ഒരു പോസ്റ്റിനെ കുറിച്ച് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഭരണഘടനയിൽ എവിടെയാണ് ഈ സ്പീക്കർ എന്ന പദവിയെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 93 ആണ് ഭരണഘടനയിലെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്ന സ്പീക്കറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലോക്സഭ ചേർന്നതിന് ശേഷം as soon as may be, അതായത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും എലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആരിൽ നിന്നാണ് എലക്ട് ചെയ്യുന്നത്? ലോക്സഭയിൽ വിജയിച്ച് വന്നിട്ടുള്ള മെമ്പേഴ്സിനാണ് ഈ പറയുന്ന ലോക്സഭ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും എലക്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭയിൽ ആരില്ലായിരുന്നു? ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലായിരുന്നു. അതെന്നിട്ടായിരിക്കും? അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്പീക്കറുടെ ഇലക്ഷൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് നോട്ടിഫൈ ചെയ്തിട്ടാണ് ആ ഡേറ്റിലാണ് ഈ പറയുന്ന സ്പീക്കറിനെ എലക്ട് ചെയ്യുന്നത്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ഇലക്ഷൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. കഴിഞ്ഞ ലോക്സഭയിൽ പല കാരണങ്ങളാൽ ഡെപ്യൂട്ടി സ്പീക്കറിനെ എലക്ട് ചെയ്തില്ല. അതിന് ഒരു റീസണായിട്ട് പറയുന്നത്, സാധാരണയായിട്ട് നമ്മുടെ ലോക്സഭ ഫോളോ ചെയ്യുന്ന ഒരു കൺവെൻഷൻ എന്താണെന്ന് വെച്ചാൽ സ്പീക്കർ ഭരണപക്ഷത്തു നിന്നും ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്ത് നിന്നാണ് സാധാരണയായിട്ട് ഉണ്ടായി വരാറ്. കഴിഞ്ഞ തവണത്തെ ലോക്സഭയിൽ നിങ്ങൾക്കറിയാം, പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന രീതിയിൽ നമ്പറുള്ള ഒരു പാർട്ടി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കഴിഞ്ഞ ലോക്സഭയിൽ ആരില്ലായിരുന്നു? ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കും, ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നതും ഈ പറയുന്ന ഭരണഘടന ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഡെപ്യൂട്ടി സ്പീക്കറിനെ എലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷാളാണ്. ഷാൾ എന്ന് വെച്ചാൽ അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, ഫോളോ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്പീക്കർ എങ്ങനെയാണ് ആ സ്ഥാനത്ത് നിന്ന് മാറുന്നത് അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പീക്കർക്ക് ലോക്സഭാ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടാലാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ഈ സ്പീക്കർ ലോക്സഭാ മെമ്പർ അല്ലാതായി തീരുന്നത് അപ്പോൾ ഈ സ്പീക്കർ സ്ഥാനവും നഷ്ടപ്പെടും. ഓക്കെ, അതെങ്ങനെയായിരിക്കും? കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടിയപ്പോൾ ലോക്സഭ മെമ്പർഷിപ്പ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ വന്നായിരുന്നു, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പല റീസൺസ് മൂലം ഈ പറയുന്ന ലോക്സഭ മെമ്പർഷിപ്പ് നഷ്ടപ്പെടാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഈ പറയുന്ന സ്പീക്കറിന് സ്ഥാനം നഷ്ടപ്പെടും. ഇനി സ്പീക്കറിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? റിസൈൻ ചെയ്യാം. വേറെ എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മന്ത്രിയാണെന്ന് വിചാരിച്ചു, സ്പീക്കറിന് മന്ത്രി ആകണമെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം? മന്ത്രിയാകാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കേരളത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ MP രാജേഷ് സ്പീക്കർ സ്ഥാനം രാജിവെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മന്ത്രിയായിട്ട് സ്ഥാനം വെച്ചത്. അത് നിയമസഭയിലാണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഈ പറയുന്ന രാജിക്കത്ത് കൊടുക്കേണ്ടത്? ആർട്ടിക്കിൾ 94 പറഞ്ഞിരിക്കുന്നത് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്കും, ഇനി ഡെപ്യൂട്ടി സ്പീക്കറിനെ റിസൈൻ ചെയ്യണമെങ്കിൽ സ്പീക്കർക്കുമാണ് ഈ പറയുന്ന രാജിക്കത്ത് കൈമാറേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലോക്സഭയ്ക്ക് എന്ത് ചെയ്യാം? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഈ പറയുന്ന സ്പീക്കറിനെ റിമൂവ് ചെയ്യും. അങ്ങനെയും ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ അതിന് എന്ത് വേണം? അതിന് വേണ്ട മെജോറിറ്റി എഫക്റ്റീവ് മെജോറിറ്റി ആണ്. ഓൾ ദ ദെൻ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ്. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില സീറ്റ് വേക്കൻ്റ് ആയിരിക്കും ലോക്സഭയിൽ. ഇപ്പോൾ നിലവിൽ ചില സീറ്റ് വേക്കൻ്റ് ആയിരിക്കും. അതൊഴിച്ച് ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ നമ്പർ എടുത്ത് അതിൻ്റെ മെജോറിറ്റി എടുക്കുന്നതിന് പറയുന്ന പേരാണ് എഫക്റ്റീവ് മെജോറിറ്റി. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഡെപ്യൂട്ടി സ്പീക്കറിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെജോറിറ്റി എഫക്റ്റീവ് മെജോറിറ്റി ആണ്. ഓക്കെ, അങ്ങനെ ഒരു മെജോറിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കിയുള്ള നമ്പറിൻ്റെ മെജോറിറ്റി. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം 543 സീറ്റാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 543 സീറ്റിൽ അപ്പോൾ 2 സീറ്റ് വേക്കൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് 541. അപ്പോൾ ഇതിൻ്റെ മെജോറിറ്റി, ഓക്കെ, ഇതിൻ്റെ പകുതിയിലധികം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഒരു ലോക്സഭ കഴിഞ്ഞ് അടുത്ത ലോക്സഭ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ 17ാമത്തെ ലോക്സഭ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 18ാമത്തെ ലോക്സഭ വരുന്നത്, ആ സമയത്തും ഈ പറയുന്ന സ്പീക്കർ ഓഫീസിൽ കണ്ടിന്യൂ എന്നാണ് പറയുന്നത്. വെൻ എവർ ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ഈസ് ഡിസോൾവ്, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ലോക്സഭ, സ്പീക്കർ ഷാൾ നോട്ട് വെക്കേറ്റ് ഹിസ് ഓഫീസ് അണ്ടിൽ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആഫ്റ്റർ ഡിസൊല്യൂഷൻ. അതായത് ഡിസൊല്യൂഷന് ശേഷം പുതിയ ലോക്സഭ ഉണ്ടായി അതിൻ്റെ ഒന്നാമത്തെ മീറ്റിങ്ങിനും തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ പറയുന്ന സ്പീക്കർ സ്ഥാനം ഒഴിയുന്നത്. അത്ര വരെ പഴയ സ്പീക്കർ തന്നെയായിരിക്കും സ്പീക്കറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പീക്കറുടെ സ്ഥാനം വേക്കൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? സ്പീക്കറുടെ സ്ഥാനം വേക്കൻ്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും ഈ പറയുന്ന സ്പീക്കറുടെ ചുമതല വഹിക്കുക. ഇനി ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല എന്ന് വിചാരിക്കാം. കഴിഞ്ഞ ലോക്സഭ പോലെ ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ
ബൈ സച്ച് എ മെമ്പർ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആസ് എ പ്രസിഡന്റ് മേ അപ്പോയിൻറ്റ് ഫോർ ദ പർപ്പസ്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ലോക്സഭയിലെ ഒരു മെമ്പർ ആയിരിക്കും ആ ഒരു സ്ഥാനം വഹിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചിലപ്പോൾ ലോക്സഭ ടി വി ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും, സ്പീക്കർ ചില സമയത്ത് എന്ത് ചെയ്യും, ഡയസിലുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അവിടെ സഭാനാഥനായിട്ട് വർക്ക് ചെയ്യുന്നത്. അതാരായിരിക്കും? നേരത്തെ പറഞ്ഞത് വേക്കൻസി ഉണ്ടെങ്കിലാണ്. വേക്കൻസി എന്ന് വെച്ചാൽ എന്താണ്, സ്പീക്കർ രാജിവെച്ചു അങ്ങനെയൊക്കെയാണ് വേക്കൻസി ഉണ്ടാവുക, ശരിയല്ലേ? ഇതെന്ന് പറയുന്നത് ആബ്സെൻറ്റ്, അതായത് ലീവ് ആണെങ്കിൽ, ഓക്കെ, സ്പീക്കർ ലീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? സ്പീക്കർ ലീവ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് സ്പീക്കറിന് പകരം ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സച്ച് എ പേഴ്സൺ മേ ബി ഡിറ്റേൺ ബൈ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഓഫ് ദ ഹൗസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പാനൽ ഓഫ് ചെയർമാൻസ് എന്ന് പറഞ്ഞിട്ട് 10 പേരോളം ലോക്സഭയിലുണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ മുതിർന്ന ലോക്സഭാ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷും NK പ്രേമചന്ദ്രനും ഈ പറയുന്ന പാനൽ ഓഫ് ചെയർമാനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കൊടിക്കുന്നിൽ സുരേഷാണ് ലോക്സഭാ സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സ്പീക്കറിനുള്ള എല്ലാ പവറോടും കൂടിയാണ് ഈ പറയുന്ന ലോക്സഭാ സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, അതായത് സ്പീക്കർ ആബ്സെൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന പാനൽ ഓഫ് ചെയർപേഴ്സണിലുള്ള ആൾക്കാരായിരിക്കും സ്പീക്കറായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള 2 പടമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഈ പറയുന്ന സ്പീക്കർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ UK കാര്യം എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ UK ഹൗസ് ഓഫ് കോമൺസിൻ്റെ പടമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് UK സ്പീക്കർ എടുക്കുകയാണെങ്കിൽ സ്പീക്കർ കുറച്ചുകൂടി പൊളിറ്റിക്കലി ന്യൂട്രൽ ആവാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്, അതായത് അടുത്ത ഇലക്ഷന്, അതായത് സ്പീക്കർ ആയിട്ടുള്ള ആ ടേം കഴിഞ്ഞ് വരുന്ന ഇലക്ഷന് ഈ പറയുന്ന സ്പീക്കറുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ ആരും പൊളിറ്റിക്കൽ പാർട്ടി നിർത്തത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ സ്പീക്കർക്ക് എന്ത് ചെയ്യാം, വിജയിക്കാനുള്ള എളുപ്പമുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കലി ന്യൂട്രലായിട്ട് സ്പീക്കറിനെ ആക്ട് ചെയ്യാൻ എവിടെ പറ്റും, ഈ പറയുന്ന ഹൗസ് ഓഫ് കോമൺസിൽ പറ്റും. ഇനി നമുക്ക് അമേരിക്കയിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ അമേരിക്കയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്, ശരിയല്ലേ? അപ്പോൾ ചിലപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാരായിരിക്കില്ല ഈ പറയുന്ന സ്പീക്കറായിട്ട് അമേരിക്കയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ കോൺഫ്ലിക്റ്റിനെല്ലാം ചാൻസ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ പോലെ തന്നെയാണ്, പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് ഈ പറയുന്ന സ്പീക്കർ ചില സമയത്ത് ആക്ട് ചെയ്യുന്നത് അമേരിക്കയിൽ. നാൻസി പെലോസി എന്ന് പറയുന്ന സ്പീക്കറിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നാൻസി പെലോസി ട്രംപിൻ്റെ പല ഡിസിഷനെയും എതിർത്ത ഒരാളായിരുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെക്സിക്കോൻ്റെ അവിടെ ഒരു വാൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ, മതിലുണ്ടാക്കാനൊക്കെ പറഞ്ഞപ്പോൾ ട്രംപ് അങ്ങനെ ഡിസൈഡ് ചെയ്തപ്പോൾ അതിനൊക്കെ എതിർത്ത ഒരു സ്പീക്കറായിരുന്നു ഈ നാൻസി പെലോസി. ഇതേ നാൻസി പെലോസി പണ്ട് ജോർജ് ബുഷ് ഇറാഖ് ആക്രമിക്കുന്ന സമയത്ത് അതിനെയും എതിർക്കേണ്ടായി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലി കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് എവിടെയുള്ളത്, US അതിന് നേരെ ഓപ്പോസിറ്റാണ് എവിടെയുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടനിലുള്ളത്. ബ്രിട്ടനിൽ പൊളിറ്റിക്കലി ന്യൂട്രലാണ്. ഓക്കെ, അമേരിക്കയിലാണെങ്കിൽ പൊളിറ്റിക്കലി ആക്റ്റീവ് ആണ് ഈ പറയുന്ന സ്പീക്കർ. ഇദ്ദേഹമാണ് GV മാവലങ്കർ. നമ്മുടെ ആദ്യത്തെ ലോക്സഭയുടെ സ്പീക്കറായിരുന്നു ഈ പറയുന്ന GV മാവലങ്കർ. ഇദ്ദേഹം ബ്രിട്ടീഷ് സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ബ്രിട്ടീഷ് കൺവെൻഷൻ ആയിട്ടുള്ള പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള സ്പീക്കറാണ് ഇന്ത്യക്കും അഭികാമ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയിൽ എന്തെങ്കിലും ഭരണഘടനാപരമായിട്ടുള്ള സംശയങ്ങൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ സ്പീക്കർ പറയുന്ന ഡിസിഷൻ ആയിരിക്കും അതിൽ ഫൈനലായിട്ട് എടുക്കുക. അതാണ് സ്പീക്കറിൻ്റെ വേറൊരു പവർ എന്ന് പറയുന്നത്. പിന്നെ സ്പീക്കറിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് മണി ബിൽ സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ്. അതെന്താണ് ഈ മണി ബിൽ എന്ന് വെച്ചാൽ? അതായത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, അതായത് ആർട്ടിക്കിൾ 110 അനുസരിച്ച് കണ്ടീജൻസി ഫണ്ടെന്നോ കൺസോളിഡേറ്റഡ് ഫണ്ടെന്നോ ആവശ്യമായിട്ടുള്ള തുക എടുക്കുന്നതിന്, ഗവൺമെൻറ്റിന് നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള തുക എടുക്കുന്നതിന് അവതരിപ്പിക്കുന്ന ബില്ലാണ് ഈ പറയുന്ന മണി ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബില്ല് അവതരിപ്പിച്ച മണി ബില്ലാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് ഈ പറയുന്ന ലോക്സഭയിലെ സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ അതിൽ ലോക്സഭാ സ്പീക്കർ പറയുന്നതാണ് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ. അപ്പോൾ ഈ കാര്യം പലപ്പോഴും കോടതിയിൽ കേസായിട്ട് വരാറുണ്ട്. അതായത് ചില ഡിസിഷൻസ് സ്പീക്കർ എടുക്കുന്നത് ശരിയാണോ എന്നത് സംബന്ധിച്ച് കേസ് വരാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ആധാർ ബിൽ. ഓക്കെ, ആധാർ ബില്ല് ശരിക്കും നിങ്ങൾക്കറിയാം, ആധാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്, ശരിയല്ലേ? അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഈ പറയുന്ന മണി ബില്ലായിട്ടാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്താണ്? മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, പിന്നെ അതിന് രാജ്യസഭയ്ക്ക് കൺട്രോൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് സർക്കാർ പലപ്പോഴും മണി ബില്ലായിട്ട് ചില ബില്ലുകളൊക്കെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആധാർ ബില്ല് കോടതിയിൽ വന്നപ്പോൾ അത് മണി ബില്ലായിട്ട് സർട്ടിഫൈ ചെയ്തത് കോടതി അംഗീകരിക്കുകയുണ്ടായി. പക്ഷേ സ്പീക്കർ എടുക്കുന്ന തീരുമാനം ബേസിക് സ്ട്രക്ചറിന് വയലേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാമെന്നാണ് അന്ന് സുപ്രീം കോടതി വിധിയായിട്ട് വന്നത്. പിന്നെ സ്പീക്കറിന് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ആൻറ്റി ഡിഫിഷൻ കേസിൽ, അതായത് എന്തെങ്കിലും കൂറുമാറ്റ നിരോധന പ്രകാരം കേസ് വരുമ്പം അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് ഈ പറയുന്ന സ്പീക്കറാണ്. ഓക്കെ, ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് സ്പീക്കറാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, സാധാരണയായിട്ട് ഇങ്ങനെ കേസ് വരുമ്പം ചില കേസൊക്കെ ഭയങ്കരമായിട്ട് നീട്ടി കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് അയോഗ്യത വരത്തില്ല. അതായത് കൂറ് മാറിയാലും ഈ സ്പീക്കർ ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ അതിനകത്ത് അയോഗ്യത വരൂ. പക്ഷേ ചിലപ്പോഴൊക്കെ ഭരണപക്ഷത്തുള്ള ആളായിരിക്കും സ്പീക്കറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഭരണപക്ഷത്തുള്ള ആർക്കെങ്കിലും കൂറുമാറ്റ നിരോധന പ്രകാരം ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ ഡിസിഷൻ എടുക്കാൻ സാധാരണയായിട്ട് ടൈം എടുക്കുന്നതായിട്ട് കാണാം.
അപ്പോൾ സുപ്രീം കോടതി സജസ്റ്റ് ചെയ്തേക്കുന്നത് 3 മാസത്തിലിടയ്ക്ക് ഒരു തീരുമാനം എടുക്കണം എന്ന രീതിയിലാണ്. പക്ഷേ ഇതിൽ കറക്റ്റായിട്ട് എത്ര സമയത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നുള്ളത് നിയമത്തിൽ അത്ര വ്യക്തമല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 212 അനുസരിച്ച്, അതായത് ഈ പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സിൽ കോടതിക്ക് ഇടപെടാൻ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ. പക്ഷേ സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു കാര്യം, അതായത് കൂറുമാറ്റ പ്രകാരമുള്ള ഒരു കേസ് വരികയാണെങ്കിൽ സ്പീക്കർ ആക്ട് ചെയ്യുന്നത് ഒരു ട്രൈബ്യൂണൽ പോലെയാണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ട്രൈബ്യൂണലിന് മേലെ എന്തായാലും എന്തുണ്ട്, സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു അധികാരം വെച്ചിട്ട് സുപ്രീം കോടതിക്ക് ഇടപെടാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ എന്തായാലും പുതിയ സ്പീക്കറായിട്ട് ഓം ബിർള ഇലക്റ്റഡ് ആയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് മാറി ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് വേദി ഒരുക്കാൻ സ്പീക്കറിന് സാധിക്കുമാറാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. പൊളിറ്റിക്കലി ന്യൂട്രലായിട്ട് ആക്ട് ചെയ്യുന്ന, അതായത് നെഹ്റു ഒക്കെ സ്വപ്നം കണ്ട പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്പീക്കറായിട്ട് ഓം ബിർളയ്ക്ക് ആക്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.